നമ്മളിത് അനദർ മൈൻക്രാഫ്റ്റ് എപ്പിസോഡുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നും മൾട്ടിപ്ലെയർ ആണ് കളിക്കാൻ പോകുന്നത്. നമുക്ക് ഇന്ന് ട്രേഡിംഗ് ഹാളിലാണ്. മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ പെട്ടെന്നാണ് ഇവൻ്റെ എൻട്രി ചെയ്തത്. നമ്മളിപ്പോൾ 33ാമത്തെ ദിവസമായിട്ട് നമ്മളെ വേണ്ടി വന്നിട്ട് ഇങ്ങോട്ട് നോക്കേ. ഇതായി നമ്മൾ 33ാമത്തെ ദിവസം നമ്മൾ വേണ്ടി വന്നിട്ട് ഇങ്ങോട്ട് നോക്ക്. അമ്മ അതെന്താണത്? കൈ നിറച്ച് സ്നോബോൾ നിറച്ച് വെച്ച് കേട്ടോ. കേവിൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലേ. നമുക്ക് ഇന്നില്ലേ ഞാൻ കുറച്ച് പ്ലാനൊക്കെ ചെയ്തു. നമ്മളിപ്പോൾ ഡീപ് ഫ്ലൈറ്റ് അങ്ങനെ ഒപ്പിച്ചു. ഡീപ് ഫ്ലൈറ്റ് അല്ല, ഇതിൻ്റെ ഈ ഫ്രണ്ട് ഡോറിലാണ് അങ്ങനെ ഒപ്പിച്ചത്. നമുക്ക് പപ്പളാണ് കാര്യം മനസ്സിലായി. ഇതിൻ്റെ ഫ്രണ്ട് ലുക്കുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. എന്താ ഞാനില്ല ഇതാ ലീഡർ അല്ല ലീഡറോ. പിന്നെ ഞാനിതാ ഡയമണ്ടിൻ്റെ എനിക്ക് ബൂട്ട് കിട്ടിയതല്ല, ഞാൻ വാങ്ങണമെന്ന് കരുതിയില്ല. ഞാൻ എത്ര എൻജോയ്മെൻറ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടി പോയത്, അറിയാണ്ട് വാങ്ങിപ്പോയി. എന്തായാലും നമ്മളിതാ ഇവിടെ ആയിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് നോക്കണം. ഇതിൻ്റെ സ്റ്റെപ്പിൽ നോക്കണം. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇച്ചിരി പണി എടുത്തു കേട്ടോ. സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഈ സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മൾ ലാഡർ വെക്കുക. ഈ ഒരു ഭാഗത്ത് നിന്ന് നേരെ ഇവിടം വരെ നമ്മൾ ഇവിടെ നിന്ന് നേരെ കുത്തനെ മുകളിൽ നമ്മൾ ലാഡർ വെക്കും. എന്നിട്ട് ലാഡർ വെച്ച് മുകളിലും താഴത്ത് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് അതിന് വേണ്ടി ഡീപ് ഫ്ലൈറ്റ് ഓടാം. ഗൈസ് അവിടെ എൻ്റെ മൈക്ക് ഹെഡ്ഫോൺ തീർന്നാണ്. ഹെഡ്ഫോണിൻ്റെ ചാർജ് ബൈ ദ ബൈ നമ്മൾ എയർപോർട്ടിൽ ചാർജ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മുടെ ഫ്രണ്ടിൻ്റെ എയർപോർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം ചാർജ് ഉണ്ട്. അവൻ്റെ എയർപോർട്ടിൽ ചാർജ് ഉണ്ട്. നീ വാങ്ങിയോ? എൻ്റെ എൻജൻ എന്താ കാണിക്ക്? എന്റെ സാധാ എൻജാണോ നീ എവിടുന്ന വാങ്ങിയത്? നീ ഏത് വില്ലായിരുന്നു? ഇവന്റെ നിങ്ങൾ കാണിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ വില്ലാറിന് ഞങ്ങൾ വേറൊരെണ്ണത്തിന് കൂടി ഞങ്ങൾ പിടിച്ചിട്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ട്. ഇവിടെ ആരുമില്ല. നമ്മൾ നേരത്തെ പിടിച്ചിട്ടപ്പോൾ കൊച്ചു സോമ്പി വന്ന് കൊല്ലാൻ നോക്കി. ഞങ്ങൾ കൊന്നാൻ സമ്മതിച്ചില്ല. നീ ആരായിരുന്നു വാങ്ങിയേ? ഇവന്റെ അതാരോ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം പറഞ്ഞ് താമസിക്കുന്നത് നമുക്ക് നേരെ ഡീപ് ഫ്ലൈറ്റ് എടുക്കാൻ പോവാം. ഡീപ് ഫ്ലൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇപ്പോൾ ഡീപ് ഫ്ലൈറ്റ് എടുക്കുക. നമുക്ക് ടൂൾസിന്റെ വില്ലേജിനും വേണം കേട്ടോ. ഞാൻ പോയിട്ട് ക്രീപ്പറാണ് നമ്മൾ ഇന്നത്തെ കണ്ടന്റ്. നമുക്ക് ഇത് സെറ്റ് ചെയ്യാനാണ്. നമുക്ക് വേഗം തന്നെ ഇത് വേഗം നടത്തിയില്ലെങ്കിൽ ബാക്കി കൊണ്ട് പരിപാടി എടുക്കുക. സ്കൂളൊക്കെ തുറക്കാൻ ഇനി 2-3-4 ആഴ്ചയും കൂടെ ഉള്ളൂ അല്ലേ? അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ പണികളൊക്കെ തീർക്കണം കേട്ടോ. എന്തായാലും നമുക്ക് ഇതാ ഫസ്റ്റ് ഇതിൻ്റെ പണി തീർത്താൽ പിന്നെ വില്ലേജിനൊക്കെ കൊണ്ടിടാനുള്ള കഷ്ടപ്പാടുള്ളൂ. ബാക്കി പണിയൊക്കെ തീർന്നില്ല. അതുകൊണ്ട് നമുക്കിതാ നമ്മൾ കേവിൻ്റെ അതിൽ പോകണോ അല്ലെങ്കിൽ നേരെ താഴെ തിരിച്ചോ? താഴോട്ട് കുടിച്ചോണോ കേവിൻ്റെ അത് കുടിച്ചോണോ? എന്ത് ആണ്ടോ നീ എന്താ കൈ കൊണ്ട് മാറ്റി? കിട്ടി. എൻ്റെ ഉണ്ടായിരുന്നു ഒരു പവറുള്ള പിക്കാസ്. അല്ല ഏതായാലും പറ്റും. എൻ്റെ ഫുഡില്ലേ? എൻ്റെ ബ്രെഡ് ഉണ്ട്. നിന്റെ എന്താ ഉള്ള ഗോൾഡൻ കാരറ്റ് എടുത്തിട്ടുണ്ട്. ഗോൾഡൻ കാരറ്റ് അത്യാവശ്യ സമയത്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷെ ഞാൻ അറിയേണ്ടി ഇപ്പോൾ ഉപയോഗിച്ചു. കുറച്ച് അയണുണ്ടോ അതിൻ്റെ കയ്യിൽ? ഒരു സ്റ്റാക്ക് ഉണ്ടോ? കഴിച്ചോ മോയിൻ്റെ. ഞാൻ പല വരം പറഞ്ഞു ആവശ്യമുള്ള സാധനം ഒന്നും എടുത്ത് വരാൻ തിരിച്ചുകൊണ്ടെല്ലാം വെച്ചിട്ടാ. വുഡും കുറച്ച് ടോർച്ചും മാത്രം മതി. പിന്നെ അയണും വേറൊന്നും നമ്മളെ കൈ വേണ്ട. പിന്നെ ഫുഡും. എന്താ അതൊരു സൗണ്ടൊക്കെ? എന്തായാലും ഞാൻ പറയുന്നല്ലോ കേൾക്കുന്നുണ്ടോ തോന്നുന്നു. നമുക്ക് പിന്നെ ഇതാ ഇവിടെ സംബന്ധിച്ച് ഞാൻ ഒരു വില്ലേറിനെ കൊണ്ടുവരാൻ വേണ്ടി പൂട്ടിയിടാൻ നോക്കിയതാ. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ലാസ്റ്റ് ഇതാ വില്ലേറിനെ പൂട്ടി ഇവിടെയാണ് ഇട്ടത്. എന്തായാലും ഇതൊക്കെ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഗോൾഡൻ ക്യാരക്ടർ ഞാൻ എന്താണ് ഈ പറയുന്നത്? ഇവന് 8 മറ ഇതോ ആയണോ? ഇതെന്താ ഇവന്മാർക്ക് പൈസ കൂട്ടുന്നേ? നമ്മളതിന് വില്ലേജൊന്നും തല്ലി കൊന്നിക്കില്ലല്ലോ. ഗൈസ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പൂച്ചക്കുഞ്ഞും കരയാൻ സൗണ്ട് വെക്കുന്നില്ലേ? നിങ്ങളാരും മൈൻഡ് ചെയ്യാൻ നോക്കണ്ട. ഞങ്ങൾ ഇവിടുത്തെ പൂച്ചക്കുഞ്ഞാണ്. എന്തായാലും നമുക്കിത് സംഭവം എന്ന് വെച്ചാൽ എൻ്റെ മൈക്ക് ഡിസ്കണക്റ്റ് ആകുന്നതാണ്. നിങ്ങൾക്കെല്ലാം കേൾക്കുമെന്ന് തോന്നുന്ന സൗണ്ട് കേട്ടാൽ മതിയായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് വെറുതെ കേൾക്കാണ്ടിരുന്ന പണിയാവും. എന്തായാലും നമുക്ക് എന്തായിരുന്നു കേവ് എങ്ങോട്ടായിരുന്നു? കേവിൽ പോകണോ നേരെ കുഴിച്ചാട്ട് പോകണോ? കേവിൽ പോകാനാണ് ഇവൻ പറയുന്നത്. കേവിൽ പോകുന്ന ഇച്ചിരി റിസ്ക് ആണ്. അല്ല എൻ്റെ വാട്ടർ ബക്കറ്റ് ഉണ്ട്. ഞാൻ എന്തിനാ ഈ ഷവലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? വെറുതെ കുറേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ MLG ആണ്. നമുക്ക് ഇച്ചിരി MLG ഒക്കെ ചെയ്ത് ടോർച്ച് 49 എണ്ണം ഉണ്ട്. നമുക്ക് MLG ആണ്.
അറിയത്തില്ല. ML ചെയ്യണോ റിസ്ക് എടുക്കണോ? അല്ല, ML ചെയ്യുന്ന റിസ്ക് ആണ്. നമുക്ക് റിസ്ക് എടുക്കാം. നമുക്ക് റിസ്ക് ആണ് എന്നാണ് ഞാൻ നെറ്റ് ഒന്ന് ഓഫ് ആക്കണം. എൻ്റെ ചെറിയ ലാഗ് ഉണ്ട് ഗൈസ്. എവിടെ എവിടെ അല്ല എവിടെ ഞാൻ അങ്ങോട്ട് ചാടിയ ചാകോ? റിസ്ക് എടുക്കണോ? നീ എവിടെയാള് ഇതാ കേവിൻ്റെ അടുത്താ നമുക്ക് റിസ്ക് ആണ് ഗൈസ്. എവിടാ പിന്നെ അല്ല പ്രൊഫഷണലിന് എന്ത് റിസ്ക്? വെള്ളം ഒഴിച്ചിട്ടാ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇതാ ഇങ്ങോട്ട് വെള്ളമുണ്ട്. ഇതാ അതുകൊണ്ട് ഞാൻ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. മോൻ്റെ അങ്ങോട്ടല്ല അങ്ങോട്ട്. അതവിടെ തന്നെ. എവിടെ ഇഞ്ഞോടെ നിന്നെ ഞാൻ കാണുന്നില്ലല്ലോ. കണ്ണ് കാണാത്തവനെ. അതെ ഒരു പേര് കാണുന്നുണ്ട്. എങ്ങോട്ട് അടിക്കോ? എന്നെ കാണുന്നില്ലേ? എന്റെ ഭാഗ്യം ഇവിടെ എൻ്റെ സ്കിന്ന് ഏത് സ്കിന്നാണ്? നീല. മറ്റേ ചങ്ങേൻ്റെ സ്കിന്നാണ്. നമുക്ക് എങ്ങോട്ട് ഡീപ് സ്ലൈറ്റിൻ്റെ സ്ഥലം ഇവിടെ എനിക്ക്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഞാൻ നിങ്ങളെ കാണിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഒരു വാർഡൻ്റെ സ്ഥലമുണ്ട് കേട്ടോ. ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് 2 ഡയമണ്ട് കിട്ടിയത്. അത് പറയും 2 ഡയമണ്ട് നമുക്ക് വേണേൽ സോഡ ഉണ്ട്. എൻ്റെ അമ്മോ ഇത് എത്രയാണോ? ഓടിക്കും ഇങ്ങോട്ട് വാ. എൻ്റെ പുറകെ വാടാ. ഞാൻ അങ്ങോട്ട് വെള്ളം വയ്ക്കാം. നീ ഇങ്ങോട്ട് ചാടിയേ. ചാടൊന്നുമില്ല നമ്മൾ. എന്നാ അങ്ങോട്ട് ചാടിക്കോ. വെള്ളതാ ഇതാ കൃത്യം ഇങ്ങോട്ട് ചാടണേ. ചാടിയാ പോലെ എനിക്കറിയത്തില്ല. നമുക്ക് ഈ അയണിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമുക്ക് അയൺ ഫാർം ഉള്ളതുകൊണ്ട് താഴോട്ട് ഇതാ അമ്മ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഇതാ താഴെ വാടുന്ന സ്ഥലം കേട്ടോ. അയ്യോ വെള്ളമുള്ള സ്ഥലത്തോ? ഇവിടെ സൗണ്ട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അതാണോ ഇവിടെ മറ്റേ സെൻസർ മാത്രമേ ഉള്ളൂ. ഇതില്ല മറ്റേ വാർന്ന സ്പോൺ ചെയ്യുന്ന സാധനം ഇല്ല. അതുകൊണ്ട് പേടിക്കണ്ട. അതാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ ഡയമണ്ട്. ഇതാ ഞാൻ ഇവിടെ ഇതിലെ വന്നിട്ട് ഞാൻ കണ്ടില്ലടാ ഈ സാധനം. കണ്ണ് കുരുവായിരുന്നു ഞാൻ കണ്ടില്ല. ചിലപ്പോ ഞാൻ പേടിച്ച് ഒറ്റയ്ക്ക് വന്നതിന്റെ പേടിയോടെ ഞാൻ പ്രൊഫഷണൽ ഇതെന്താ ഞങ്ങത്തെ ഇതെന്തത്? എന്റെ അടുത്തോ നമുക്ക് മെൻഡിങ് ആഡ് ചെയ്തിട്ട് മോ ഫാർം വേണം കേട്ടോ. അല്ലെങ്കിൽ മിക്കവാറും നമ്മൾ ആർമർ ആയി തീരുമാനം. ഞാൻ പോയി എടുക്കട്ടെ. ഞാൻ നോക്കാം. നമ്മളെ ഫസ്റ്റ് അല്ല രണ്ടാമത്തെ ഡയമണ്ട് ആണ്. മൂന്നാമത്തെ ഡയമണ്ട്. നീ എവിടെ പോയി? ഇങ്ങോട്ട് പോടാ. ഇവിടെ ഡീപ് സ്ലൈറ്റ് നമ്മളിനി അങ്ങോട്ട് പോന്നേ. നീ ഡീപ് സ്ലൈറ്റ് മൈൻ ചെയ്യും. ഞാൻ അങ്ങോട്ട് വല്ല ഡയമണ്ട് ഉണ്ടോ നോക്കിട്ട് വരാം. നീ ഡീപ് സ്ലൈറ്റ് മൈൻ ചെയ്യില്ലേ? ഒരു സ്റ്റാക്കിൽ മൈൻ ചെയ്യണേ. ഒരു സ്റ്റാക്ക് മതി. ഒരു സ്റ്റാക്ക് മതി. എന്താ വെയിറ്റ് ഒക്കെ നീ മൈൻ ചെയ്ത് നീ അധികം അങ്ങോട്ട് പോകണം. ഞാൻ ഇത് നോക്കട്ടെ ഡയമണ്ട് വല്ല ഇവിടെ കിട്ടുമോന്ന്. അവനവിടെ ഡീസലായിട്ട് മൈൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് പോയിട്ട് നമുക്ക് ഡയമണ്ട് അങ്ങനത്തെ വല്ലതും കിട്ടുമോ നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അവിടെ സ്ലൈമിൻ്റെ സ്ഥലമോ? സ്ലൈം ചങ്ക് കിട്ടി സുഖം കേട്ടോ. സ്ലൈം ചങ്ക് കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തിരിച്ചു പോരാ. നീ എന്തായാലും മൈൻ ചെയ്യും. ഞാൻ എന്നാൽ പോയിട്ട് വേറെ എങ്കിലും സ്ഥലമൊക്കെ ഉണ്ടോ നോക്കട്ടെ. അവിടെ സ്ലൈം ചങ്ക് ഇവിടെ എവിടെയോ ഉണ്ട്. അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് എൻ്റെ ഹെഡ്ഫോണിൽ. പൊട്ടും വച്ചിയോ? പിന്നെ കട്ടയില്ലല്ലോ. പിന്നെ എവിടെ സ്ലൈമിൻ്റെ സൗണ്ട് കേൾക്കുന്നേ? ഇവിടെ ഒരു സ്ലൈം ചങ്ക് ഉണ്ട് കേട്ടോ. ഒരു വേറെ കേവ്. ഈ കേവിൻ്റെ അകത്താണ് കൂടുതൽ ഡയമണ്ട് ഉണ്ടാവും. ഞാനത് ഈ കേവിൻ്റെ അകത്ത് പോകുന്നേ. എത്ര എണ്ണം കിട്ടി? 0 ആണ്. അപ്പം നിനക്ക് നേരത്തെ ഒന്നും കിട്ടിയില്ല. ഞാൻ ഈ അയണൊന്നും ഞാൻ എടുക്കാത്ത നമുക്ക് അയൺ ഫാർം ഉണ്ട്. ആവശ്യത്തിൽ കൂടുതൽ അയൺ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. ഞാൻ പിന്നെ വിചാരിക്കും ഈ 2 അയൺ ഫാർം അങ്ങ് ഉണ്ടാക്കിയില്ലെന്ന് വിചാരിക്കുക. വേണ്ട എന്നുവെച്ചാൽ ഒന്ന് ഇവനെ എഫ് കേക്കും ഒന്ന് ഞാൻ എഫ് കേക്കും. ഇതെന്താ പറഞ്ഞ എങ്ങാതെ പൊട്ടടോ സാധാരണ പെട്ടെന്ന് പൊട്ടുന്നാളല്ലേ. ഞാൻ ഈ മാക്സിമം ഡയമണ്ട് തപ്പിയാണ് ഇറങ്ങിയത്. ഡയമണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഡയമണ്ട് കൊണ്ട് നമ്മൾ ഒന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഡയമണ്ട് നമുക്ക് അത്ര അത്യാവശ്യം. ഈ പുതിയ അപ്ഡേറ്റ് നമുക്ക് മറ്റേ നെതറൈറ്റിൻ്റെ ആർമർ വേണമെങ്കിൽ ഡയമണ്ട് വേണം നമുക്കപ്പോൾ. ഞാൻ ഉദ്ദേശിക്കുന്നത് TNT ഡൂപ്പർ ഉണ്ടാക്കിയാൽ ഞാൻ വിചാരിക്കുക. എന്താ കുട്ടി വിൽക്കാതോ? ഇവിടെയൊക്കെ ലാവയാണ്. ലാവേനടുത്ത് ഡയമണ്ട് ഉള്ള സാധനം. ഞാൻ അത് ഈ ലാവ് ഫോളോ ചെയ്ത് പോകണം. ഡയമണ്ട് നമ്മൾ ഏതോ കേവിൻ്റെ അകത്ത് വഴി തെറ്റിപ്പോകുന്ന ആർക്കറിയാം. ഞാൻ ഇതിലേക്കോ പോയിക്ക്. ഗായ്സ് നമ്മുടെ ചങ്ങാതി ലെഫ്റ്റ് അടിച്ചിട്ടുണ്ട്. എൻ്റെ നെറ്റാ
ഞാൻ ബാക്ക് വരട്ടെ. ഇല്ല ഡിസ്കണക്റ്റ് ആയത്. ഞാൻ ഓണാക്കണം. ഇതിൽ 7-ന് കയറാൻ സമയം നമുക്ക് എന്തായാലും അവൻ വരട്ടെ. നെറ്റ് ഓൺ ആയതുകൊണ്ട് ചെറിയ ലാഗുണ്ട്. എന്തായാലും അവൻ വന്നിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അയ്യോ ഗായ്സ്, ആ വീഡിയോ ഓണാക്കിയതേ എങ്ങനെയായിരുന്നു. ഇതാ സോംബി, ഇതാ ചന്ദ്രു. ഞാൻ കുറച്ചെണ്ണത്തിന് നോക്കാം, നീ കുറച്ചെണ്ണത്തിന് നോക്ക്. എൻ്റെ അടുത്ത് 2 ചത്തി. ഞാൻ ചാവൂ. ഇവിടെ എൻ്റെ സ്വിച്ചിന് എന്തോ പറ്റി. ഇതാ എവിടെ ഇവിടെ എൻ്റെ സോഡ് പൊട്ടി. സോഡ് പൊട്ടിയോ? അല്ല എൻ്റെ ഉണ്ട്, എൻ്റെ ഉണ്ട്. എടുത്തോ. എൻ്റെ ഒന്നും വിട്ടോ ഇവിടെ സോഡെന്തി കിട്ടിയില്ലേ? ഞാൻ നെറ്റ് നോക്കട്ടെ. ആ എന്തായാലും നിനക്ക് ഇപ്പം എത്ര ഷാക്കായി? ഞാൻ പിന്നെ ഓടുന്ന വഴിക്ക് പിന്നെ അതേ സ്ഥലത്താണ് ഡയമണ്ട് ഉണ്ട്. നിന്റെ കണ്ണിൽ എന്താണ് കുരുവായിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ. ഞാനും കണ്ടില്ല. ഞാനിതാ ഇപ്പം ഇതിൽ ഓടിപ്പോഴാണ് കണ്ടത്. ഇതാ നോക്കിക്കോണേ, ഇതിൻ്റെ പുറകിൽ ഒരു 5-10 ഡയമണ്ട് ഉണ്ടാവും. നോക്കിക്കോ, ഈ സോമിനൊന്ന് തീർത്തിട്ട്. ഇല്ല ഇല്ല, എനിക്ക് ബുദ്ധിയില്ല. അതൊക്കെ പണ്ടായിരുന്നു 5-10 ഡയമണ്ട് ഒക്കെ ആണ്. ടച്ച് പോയി ഗായ്സ്. ചന്ദ്രു ഹെൽപ്പ് ചെയ്യടാ. എടാ ഞാൻ ഇപ്പൊ ചാവും. കുറച്ചേരം കുഞ്ഞിരിക്കാൻ പറ്റുമോ? എൻ്റെ അമ്മോ, നോക്കണോ ഗായ്സ്, ഇതിൻ്റെ പുറകെ നോക്കിക്കോ, ഒരു 19 ഡയമണ്ട് ഇടാം. നോക്കണേ. എനിക്കത് കാണണല്ലോ. 1 2 പറയാൻ പറ്റില്ല. ചിലപ്പോൾ എല്ലാവരും പറയാം ഇതിൻ്റെ ചുറ്റും ഒന്ന് കുഴിച്ചോക്കാം, ചിലപ്പോൾ ഉണ്ടാവുന്നു. ഇതല്ല ഒന്നിൽ കൂടുതൽ കിട്ടിയില്ലേ? ഓ ഞാൻ പറഞ്ഞില്ലേ 3. ഇതിന്റെ ചുറ്റും നോക്ക്. ഞാൻ അപ്പളേ പറഞ്ഞ ഇതിന്റെ ചുറ്റിന് ഡയമണ്ട് ഉണ്ടാവുന്നത്. എന്തായിരുന്നു ഞാൻ അല്ല, ഈ കുഴിക്കലിലൂടെ ഒരു കാര്യം മനസ്സിലായി. കുഴിക്കുകയും ചെയ്യാം, ഡയമണ്ട് കിട്ടുകയും ചെയ്യും, സ്റ്റോൺ കിട്ടും. സത്യം പറയാൻ ഞങ്ങൾ ഒരു രീതി ഒരു ചീറ്റിങ് ചെയ്യുന്നില്ല കേട്ടോ. ഞങ്ങൾ ഇതിന് കണ്ടിട്ട് ചീറ്റ് ചെയ്യാനൊന്നും പറയാനില്ല. ഞാൻ അങ്ങനെ ഒരു കാര്യമേ ചെയ്തില്ല. ഞാൻ ചെയ്യാൻ ഇഷ്ടമൊന്നുമല്ല. ചീറ്റ് ചെയ്യാണെന്നൊക്കെ വിചാരിക്കും, പക്ഷേ ചീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സുഖം കിട്ടില്ല. ആ ഗെയിം സർവൈവൽ കഷ്ടപ്പെട്ടാൽ കളിക്കുമ്പോൾ കിട്ടുന്ന സുഖം, എന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് ബാക്കിയെല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് അങ്ങനെ നോക്കുമ്പോൾ സുഖം, അതെന്തൊക്കെ പറഞ്ഞിട്ട് കിട്ടില്ല. അതെനിക്ക് അയൺ ഫാമും വില്ലേജർ ട്രേഡിങ് ആളും ഓടിക്കോ. ഒരു ചാക്കി കൂടുതൽ കിട്ടിയില്ലേ? വിട്ടോ ഒരു ചാക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട്. വാ വിട്ടോട്ടെ. അല്ല ഒരു കാര്യം ചെയ്യ്, ഇവിടെയൊക്കെ തപ്പ്. നമുക്ക് ഇപ്പൊ മേലോട്ട് അല്ല, നമുക്ക് ഇവിടെ ബാക്കി വലിയ ട്രേഡിങ് ആളുണ്ടാക്കണം. അതിനാണ് മെയിനായിട്ട് ഈ വീഡിയോ ഇടുന്നത്. പിന്നെ നമുക്ക് ഞാൻ ട്രേഡിങ് ആളുടെ ആലത്തെത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് ഇനി കൂടുതൽ നേരം ഞങ്ങൾ ഇത് ഉണ്ടാക്കുന്ന കാണിച്ചാൽ കുറേ സമയം പോകും. അതായത് നമ്മളിതാ ഇപ്പോൾ നമ്മൾ ഈ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അതുവരെ നിങ്ങൾ കുറച്ച് നേരം എന്തെങ്കിലും കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാനിതായി പണിയൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കിയോ. സ്ഥലമൊക്കെ നോക്കി വെച്ചാൽ അടിപൊളിയൊക്കെ ഞങ്ങൾ നോക്കിയോ. ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് ഞങ്ങളിത് എങ്ങനെയൊക്കെയോ ഞാൻ ഇവനും കൂടെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ലാസ്റ്റ് ലാഗ് അടിക്കുന്നോ. ഞാൻ ഇവനും കൂടെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ലാസ്റ്റ് സംഭവമൊക്കെ സെറ്റാക്കിയിട്ട് നിങ്ങൾ കാണാൻ പോണ. എന്താണിത്? പട്ടിക്കൂടുന്നല്ല ഗൈസ്, ഇതിൻ്റെ ഉള്ളിലോട്ട് നിങ്ങൾ നോക്കിക്കോ. വാടാ കയറി അത് തുറക്കേ. എനിക്ക് മ്യൂസിക് ഇടാൻ അറിയത്തില്ലേ. അതാ ഗൈസ് നമ്മളിതാ ഇത്രയും സെറ്റൊക്കെ ഉണ്ട്. നമ്മളിതാ ബാക്കി ഇങ്ങോട്ട് ഫാർമസിന് ഒരാളെ മതിയാണ്ട് ബാക്കി നമ്മളിങ്ങോട്ട് ടൂൾസ് മിത്ത്, ആർമർ മിത്ത്, പിന്നെ മറ്റേ കുറച്ചങ്ങനെ ആൾക്കാരൊക്കെ ആഡ് ചെയ്യണം. പിന്നെ ഇതാണ്ട് മേൾക്കൂടിയൊക്കെ നമ്മൾ ഫുള്ള് ഡീപ്സിലായിട്ട് സെറ്റാക്കി. പിന്നെ ഇനി ആൾക്കാർ വേണമെങ്കിൽ ഇതാ ഇപ്പോഴത്തെ സ്ഥലമുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇനി ദൂരോട്ട് അങ്ങോട്ട് പോകുകയും ചെയ്യാം. എന്തായാലും എൻ്റെ ബിൽഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പവറാക്ക അതിലാട്ടെ. ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് പവറാക്കുക അല്ലേ?
അതെ അതെ അതെ. നാളെ നമ്മള് വില്ലേജ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായിരിക്കും. ഈ കൈ കൊണ്ട് അടിച്ചോ, വാൾ കൊണ്ട് അടിച്ചോ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്ബ് പവറാക്കുക കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്യാം. നാളെ തന്നെ നമ്മളെ വില്ലേജിനെ കൊണ്ടുവരുന്നതായിരിക്കും. ഓടരുത് അപ്പൊ ഒരു അടി വാങ്ങിട്ട് നമുക്ക് നമുക്ക് പിന്നെ കാണാം. അല്ല ഒറ്റ മിനിറ്റ് ഒന്നൂടെ വർക്കായില്ല. ഓക്കെ ഗൈസ്, എവിടെ ഇഞ്ഞെന്തിയേ ഇങ്ങോട്ട് നോക്കടാ. ഓക്കെ ഗൈസ്, ബൈ ബൈ.